നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL കാര്യങ്ങൾ വ്യക്തമാവുകയാണ്, ചിത്രം വ്യക്തമാവുകയാണ്. പ്ലേ ഓഫിലേക്ക് ആരൊക്കെ എത്തും? ഏതാണ്ട് ചിത്രം വ്യക്തമായില്ലേ? എന്തപ്പം അങ്ങനെ പറയാൻ? ഒന്നുമില്ലടോ. മൂന്നാമത് നിൽക്കുന്ന ടീമിൻ്റെ പോയിൻ്റ് എത്രയാണ്? 12. ആറാമത് നിൽക്കുന്ന ടീമിൻ്റെ പോയിൻ്റ് എത്രയാണ്? 6. ഹ്യൂജ് ഡിഫറൻസ് ആണ്. ഇനി അത് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? 8 കളികൾ കഴിഞ്ഞു. മിക്ക ടീമുകൾക്കും ആകെ MI മാത്രമാണ് 8 കളി കളിക്കാത്തവരിന്ന് കളിക്കും. 8 കളികൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇനി ഒരു ടീമിന് 6 കളിയാണ് ബാക്കിയുള്ളത്. കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത് എളുപ്പമല്ല. പഞ്ചാബ് കിങ്സ് ഇന്നലെ തോറ്റു, പക്ഷേ 8 കളി 13 പോയിൻ്റ് അവർ ഒന്നാമതാണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 കളി 12 പോയിൻ്റ് അവർ രണ്ടാമതാണ്. രാജസ്ഥാൻ റോയൽസ് 9 കളി കളിച്ചു കഴിഞ്ഞു, ഇനി അവർക്ക് 5 കളിയേ ബാക്കിയുള്ളൂ. 12 പോയിൻ്റായിട്ട് അവർ മൂന്നാമതാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് 8 കളി 10 പോയിൻ്റ് അവർ നാലാമതാണ്. ഇപ്പോഴത്തെ ഫോമിൽ അവർ 9ാമത്തെ കളി കൂടി ജയിച്ച് അവർക്കും ആവും 12 പോയിൻ്റ്. എങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? വ്യക്തമാവുന്നു കാര്യങ്ങൾ. ഇനി എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. ഗുജറാത്ത് ടൈറ്റൻസിന് 8 കളി 8 പോയിൻ്റ്, ചെന്നൈ സൂപ്പർ കിങ്സിന് 8 കളി 6 പോയിൻ്റ്, ഡൽഹി ക്യാപിറ്റൽസിന് 8 കളി 6 പോയിൻ്റ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 8 കളി 5 പോയിൻ്റ്, മുംബൈ ഇന്ത്യൻസ് 7 കളി 4 പോയിൻ്റ്, ലക്നൗ സൂപ്പർ ജയൻസ് 8 കളി 4 പോയിൻ്റ്. പ്ലേ ഓഫ് ചിത്രം വ്യക്തമായില്ലേ? ഓൾമോസ്റ്റ് 80% മുകളിൽ പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും രാജസ്ഥാൻ റോയൽസും മുന്നോട്ട് കടക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും ചേർക്കാം. ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇത് പിടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ലെന്നർത്ഥം. ഇനി അങ്ങോട്ട് ഒരു കളിയിലും കാലിടാതെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ചെന്നൈ സൂപ്പർ കിങ്സിന് എന്തെങ്കിലും പ്രതീക്ഷ വെക്കേണ്ടതുള്ളൂ. ഗുജറാത്ത് ടൈറ്റൻസ് 8 കളി 8 പോയിൻ്റുമായി നിൽക്കുകയാണ്. 9ാമത്തെ കളി ജയിച്ചാലും 10 പോയിന്റിൽ അവർക്ക് എത്താൻ പറ്റൂ. ആ 12 പോയിന്റിലെത്തി നിൽക്കുന്നവരോട് മുട്ടാൻ അപ്പോഴും പണിയാണ്. DCക്കും ചെന്നൈ സൂപ്പർ കിങ്സിനും ഇനി കാലിടരുത്. അതുപോലെ മുംബൈ ഇന്ത്യൻസിന് കാര്യങ്ങൾ എളുപ്പമല്ല. ഇന്ന് ജയിച്ചാൽ അവർക്ക് 6 പോയിൻ്റ് ആവും. അപ്പോൾ ഈ കൂട്ടത്തിൽ അവരെയും പെടുത്താം. ഇനി കാലിടറാതെ മുന്നോട്ട് പോയാൽ ബാക്കിയുള്ളവരുടെ റിസൾട്ടിനെ കൂടി ആശ്രയിച്ച് മാത്രമാണ് അവർക്ക് ഇനിയൊരു സാധ്യത അവശേഷിക്കുന്നുള്ളൂ. ഇത്ര നേരത്തെ തന്നെ കാര്യങ്ങൾ ഇത്ര വ്യക്തമായി വരുന്നത് അത്രയധികം നമ്മൾ കാണാത്തതാണ്. ഇപ്പോൾ സംഗതി വിസിബിളാണ്, വളരെ വിസിബിളാണ്. ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. വെറും 6 മത്സരങ്ങൾ മാത്രമാണ് ടീമുകൾക്ക് ബാക്കിയുള്ളത്. ഗെയിം ഓൺ എന്ന് പറയണം. ഒരു നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിലേക്ക് ഈ പോയിൻ്റ് പട്ടികയുടെ ബോട്ടം ഹാഫിലുള്ള ടീമുകൾ കടക്കുമ്പോൾ ടോപ്പ് ഹാഫിലുള്ളവർ അവരുടെ സ്ഥാനം നിലനിർത്താനായിട്ടുള്ള പരിശ്രമവും നടത്തും. സോ ഗെയിം ഓൺ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.